ഞാൻ തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫാണ്. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കിഫ്ബി പദ്ധതിയിലൂടെ 3000 കോടി രൂപയോളം വരുന്ന സംഖ്യയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. റോഡ് പ്രവൃത്തികൾ മാത്രം 516 കോടി രൂപയുടേതാണ്. ഏകദേശം 100 കിലോമീറ്ററോളം ദൂരം റോഡ് പ്രവൃത്തികൾ ഈ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുകയാണ്. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൻ്റെ സമസ്ത മേഖലയിലും എത്തിച്ചേരാൻ കഴിയുന്ന നിലയിലുള്ള വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി സഹായകരമാവുന്നത്. 248 കോടി രൂപ മുടക്കിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര ഹൈവേയുടെ ഭാഗമായ വലിയ ഒരു ഭാഗം 44 കിലോമീറ്റർ ദൂരം മലയോര ഹൈവേ തിരുവമ്പാടി മണ്ഡലത്തിൽ 248 കോടി രൂപ മുടക്കിയാണ് സർക്കാർ നിർമ്മിക്കുന്നത്. അതിൽ 34 കിലോമീറ്റർ ദൂരത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. 8 കിലോമീറ്റർ ദൂരത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കോടഞ്ചേരി മുതൽ കക്കാടംപൊലി വരെയുള്ള മലയോര ഹൈവേയോടൊപ്പം തന്നെ കൈതപ്പോയിൽ നിന്ന് അഗസ്ത്യമൊഴി വരെയുള്ള ദൂരം ഏകദേശം 21 കിലോമീറ്റർ ദൂരം 98 കോടി രൂപ മുടക്കിയാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന ഗവൺമെൻറ് നവീകരിക്കുന്നത്. തിരുവമ്പാടിയിൽ നിന്ന് മറിപ്പുഴയിലേക്കുള്ള 17 കിലോമീറ്റർ ദൂരം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 മീറ്റർ വീതിയിൽ റോഡ് നവീകരിക്കുന്നതിന് ഗവൺമെൻറ് ചെലവാക്കുന്ന തുക 108 കോടി രൂപയാണ്. നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡ് ഏകദേശം 8 കിലോമീറ്ററോളം വരുന്ന റോഡിന് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിലൂടെ ചെലവഴിക്കുന്നത് 36 കോടി രൂപയാണ്. മലയോര ഹൈവേയുടെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ ആ റീച്ചിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോയ കൂമ്പാറ അകമ്പുഴ കക്കാടംപൊയിൽ റോഡിന് 26 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് വിനിയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ അടിവാരം കേളൻമൂല പദ്ധതി കിഫ്ബി പദ്ധതിയുടെ പരിഗണനയിലുള്ള പ്രവൃത്തികളാണ്. ഇങ്ങനെ വലിയ വികസന പ്രവർത്തനം 516 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന പൂർത്തീകരിച്ചതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ റോഡ് പ്രവൃത്തിയിൽ മാത്രമുണ്ട്. ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമാണ് ഉന്നത നിലവാരത്തിലേക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ റോഡ് എന്ന നിലയിലേക്ക് ഉന്നത നിലവാരത്തിലേക്ക് മാറിയത്. പൂർണ്ണമായും സൗജന്യമായി സ്ഥലം വിട്ടു നൽകി ആ ഗുണഭോക്താക്കളെ എല്ലാം ചേർത്ത് ഈ വികസന പ്രവർത്തനം നടത്തുന്ന നിലയിലാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള തുക അനുവദിക്കാൻ വേണ്ടി കഴിഞ്ഞു. 3 ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികളാണ് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലുള്ളത്. നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 5 കോടി രൂപയാണ്. ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഇപ്പം നിർമ്മാണത്തിലിരിക്കുന്ന പുതുപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിന് 3 കോടി രൂപയാണ് അനുവദിച്ചത്. 3 കോടി 90 ലക്ഷം രൂപ മുടക്കിയാണ് ചേന്നമംഗലൂർ ഗവൺമെൻറ് UP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. അതോടൊപ്പം മണാശ്ശേരിയും തോട്ടുമുക്കത്തും കൈതപ്പോയിലുമെല്ലാം 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടക്കുകയാണ്.
തൊട്ടടുത്തുള്ള ഗവൺമെൻറ് കോളേജിന് 11 കോടിയുടെ വികസന പ്രവർത്തനം നടത്താനാണ് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിലൂടെ തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളും അതിൻ്റെ SPV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുത്ത് DPR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലയിലെ കായിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് മാമ്പറ്റ സ്റ്റേഡിയം നവീകരിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിക്കുന്നതിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6.7 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കുന്നത്. ഇങ്ങനെ കിഫ്ബി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൻ്റെ മുഖം മാറ്റുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിലൊന്നായ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ചത് 2148 കോടി രൂപയാണ്. 2148 കോടി രൂപ അനുവദിച്ച കിഫ്ബി പദ്ധതി കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ SPV ആയ പദ്ധതി ആവശ്യമായ സ്ഥലമെടുപ്പെല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്ക് ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തിരുവമ്പാടി മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കിഫ്ബിയുടെ 25ാം വാർഷികം ആഘോഷിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായ കാര്യമാണ്. കിഫ്ബി കേരളത്തിൻ്റെ ഒരു നട്ടലായി മാറുന്നത് അല്ലെങ്കിൽ പശ്ചാത്തല മേഖലയുടെ വികസനത്തിൻ്റെ നട്ടലായി മാറുന്ന ഒരു കാഴ്ച ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. തീർച്ചയായിട്ടും ഈ പദ്ധതിയെ ജനകീയമാക്കുന്നതിന് വികസന പ്രവർത്തനങ്ങൾ നീണ്ടുപോവാതെ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് കിഫ്ബിനെ ത്വരിതപ്പെടുന്നതിന് ഏറ്റവും മാതൃകാപരമായി താല്പര്യമെടുത്ത സംസ്ഥാന ഗവൺമെൻറ്റിനും കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ധനകാര്യമന്ത്രി KN ബാലഗോപാലിനെയും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ ഡോക്ടർ TM തോമസ് ഐസക്കിനെയും എല്ലാം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം കിഫ്ബിയുടെ 25ാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും തിരുവമ്പാടിയുടെ ജനതയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആശംസകൾ. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.